ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷെബി, ഞാൻ ക്രിപ്റ്റോയുടെ മെൻറ്ററാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത് ക്യാൻസിനെ പറ്റിയാണ്. നമ്മൾ ഡോജി ക്യാൻസിനെ പറ്റി പഠിച്ചു, അതുപോലെ തന്നെ മർബോസോ ക്യാൻസിനെ പറ്റിയൊക്കെ പഠിച്ചു. നമുക്ക് ഇനി ഈ മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഹാമർ ക്യാൻഡിൽ. നമുക്ക് എന്തായാലും ഇന്ന് ഹാമർ ക്യാൻഡിൽ എന്താണെന്നും അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചെറുതായിട്ട് നോക്കാം. പ്രൈസ് ആക്ഷൻ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന എല്ലാ ട്രേഡേഴ്സും ഇമ്പോർട്ടൻ്റ് ആയി നോക്കുന്ന ഒരു ക്യാൻഡിലാണ് ഹാമർ ക്യാൻഡിൽ. എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ കൺഫർമേഷനായി ഉപയോഗിക്കുന്ന ഒരു ക്യാൻഡിലാണ് ഹാമർ ക്യാൻഡിൽ എന്ന് പറയുന്നത്. നമ്മുടെ സപ്പോർട്ട് ഏരിയകളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി ട്രേഡ്സ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എക്സാക്റ്റ് നോക്കുന്ന ഒരു ക്യാൻഡിലാണ് ഹാമർ ക്യാൻഡിൽ. ഹാമർ ക്യാൻഡിൽ അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷനാണ്, നമുക്കവിടെ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ബൈ എൻട്രികൾ പ്ലാൻ ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം. ചാർട്ടിൽ ആ ക്യാൻഡിൽസ് എന്താണെന്നും അല്ലെങ്കിൽ ചാർട്ടിൽ എവിടെയൊക്കെയാണ് ഫോം ചെയ്യുന്നതൊക്കെ ഉള്ളത് നമുക്ക് ജസ്റ്റ് ചാർട്ടിലൊന്ന് കാണാം. നമ്മൾ ചാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഹാമർ ക്യാൻഡിൽ എവിടെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഹാമർ ക്യാൻഡിനെ ബേസ് ചെയ്ത് ട്രേഡ്സ് എടുക്കണമെങ്കിൽ ഹാമർ ക്യാൻഡിൽ കൃത്യമായിട്ട് സപ്പോർട്ടിൽ ഫോം ചെയ്യണം. സപ്പോർട്ടിൽ ഫോം ചെയ്താൽ മാത്രമാണ് നമ്മൾ ഹാമർ ക്യാൻഡിനെ ഒരു കൺഫർമേഷനായിട്ട് കാണുകയും ആ ഒരു ഏരിയയിൽ നമ്മൾ ട്രേഡ്സിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ടത് തന്നെ അറിയാം, ഹാമർ ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ചുറ്റിക പോലെ നമുക്ക് ഏറ്റവും മുകളിൽ, അല്ലെങ്കിൽ ഹാമർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് ആ ഒരു ബോഡി ക്ലോസ് ആവണം. അതുപോലെ തന്നെ വലിയൊരു വിക്ക് നമുക്ക് ഫോം ചെയ്യുകയും വേണം. അങ്ങനെ വലിയൊരു വിക്ക് ഫോം ചെയ്യുകയും ആ ബോഡി മുകളിൽ ക്ലോസ് ആവുകയും ചെയ്യുന്ന ഏരിയയിലാണ് നമ്മൾ ഹാമർ ക്യാൻഡിൽ എന്ന് പരിഗണിക്കുന്നത്. അത് മാത്രമല്ല, നമുക്ക് ആ ക്യാൻഡിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും സെല്ലേഴ്സ് ആക്റ്റീവായിട്ട് മാർക്കറ്റിനെ താഴത്തേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് ബയേഴ്സ് സപ്പോർട്ട് നമ്മുടെ ബയേഴ്സ് ആക്റ്റീവ് ആയതിനു ശേഷം ഈ ക്യാൻഡിലിനെ മുകളിലേക്ക് എന്ത് ചെയ്യുന്നു, വീണ്ടും ബൈ ബാക്ക് ചെയ്യുന്നു. ബൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവർ ഈ ക്യാൻഡിലിനെ മുകളിലേക്ക് കൊണ്ടുപോയി മുകളിൽ ക്ലോസ് ചെയ്യിക്കുന്നു. അപ്പോൾ നമ്മളവിടെ കാണേണ്ടത്, അല്ലെങ്കിൽ നമുക്കവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇവിടെ സെല്ലേഴ്സിനെക്കാട്ടിലും കൂടുതൽ ബയേഴ്സ് ഉണ്ടായതുകൊണ്ടാണ് അഗ്രസീവായിട്ട് ഈ ഒരു ക്യാൻഡിൽ മുകളിൽ പോയി ക്ലോസ് ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സപ്പോർട്ട് ഏരിയ കൂടിയാണ്. അപ്പോൾ നമുക്കവിടെ ഒരു കാൽക്കുലേഷൻ എടുക്കാൻ സാധിക്കും. ഇനിയും ഇവിടുന്ന് ഒരു ബൈയിങ് പ്രഷർ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ബൈയിങ് എൻട്രി അല്ലെങ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മൾ ചാർട്ടിലേക്ക് ഈ ഒരു ഏരിയ നോക്കിയേ. നിങ്ങൾ ഈ ഒരു ഏരിയ, ഇത് നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ സപ്പോർട്ട് ഏരിയ ആണ്. നമ്മുടെ സപ്പോർട്ട് ഏരിയ നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ സപ്പോർട്ട് ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് സെല്ലേഴ്സ് ആക്റ്റീവായി ഒരു വലിയ ക്യാൻഡിൽ, 1 ഹവറിൻ്റെ ഒരു വലിയ ക്യാൻഡിൽ താഴത്തേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ നോക്കി കാണാൻ സാധിക്കും, 1 ഹവർ വലിയൊരു ക്യാൻഡിൽ താഴത്തേക്ക് വന്നിരിക്കുന്നു. ഈ ഒരു റേഞ്ചിൽ നിന്ന് എന്ത് ചെയ്തു, വീണ്ടും ബയേഴ്സ് ആക്റ്റീവായി, ബൈയിങ് ആക്റ്റീവ് ആയതിനു ശേഷം അതുപോലെ മാർക്കറ്റിനെ തിരിച്ച് ബൈ ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ എന്ത് ചെയ്തു, മുകളിൽ കൊണ്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ സെല്ലേഴ്സിനെക്കാട്ടിലും കൂടുതൽ ബയേഴ്സ് ആക്റ്റീവായി ഈ ക്യാൻഡിലിനെ തിരിച്ചു കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു വലിയ ബൈയിങ് പ്രഷർ നടന്നു എന്നുള്ളത്. അതിനുശേഷം മാർക്കറ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്തു, കൃത്യമായിട്ട് റീടെസ്റ്റ് തന്നതിന് ശേഷം കൃത്യമായിട്ടൊരു ബൈയിങ് പ്രഷർ സംഭവിച്ചു, മാർക്കറ്റിനെ അഗ്രസീവായിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നതേയില്ല. നമ്മൾ മറ്റൊരു എക്സാമ്പിൾ എടുത്താൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഈ ഒരു ക്യാൻഡിലാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ എടുത്താൽ നോക്കിയേ, ഇത് നമ്മുടെ ഒരു സപ്പോർട്ട് ഏരിയ തന്നെയാണ്. ആ സപ്പോർട്ട് ഏരിയയിൽ എന്ത് ചെയ്തു, ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തു. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇവിടെ എന്ത് ചെയ്തു, ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തു, മാർക്കറ്റിലൊരു ബൈയിങ് പ്രഷർ നടന്നു, പുൾ ബാക്ക് തന്നു, മാർക്കറ്റ് എന്ത് റീടെസ്റ്റ് തന്നു, വീണ്ടും മാർക്കറ്റ് അഗ്രസീവായിട്ട് മൂവ് ചെയ്തു. നമ്മൾ മറ്റൊരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, ഇത് നമ്മുടെ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. നമ്മുടെ മാർക്കറ്റിൽ ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ സപ്പോർട്ട് ഏരിയയിൽ ഇവിടെ ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തു. അതിനുശേഷം മാർക്കറ്റിൽ ഒരു അഗ്രസീവ് ബൈയിങ് നടന്നു. മാർക്കറ്റ് എത്ര പെർസെൻറ്റേജ് ആണ് മൂവ് ചെയ്തത്? ഇപ്പോൾ നമ്മൾ സപ്പോർട്ട് ഏരിയയിൽ മാർക്കറ്റിൽ ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്താൽ മാർക്കറ്റ് നല്ല പെർസെൻറ്റേജ് മൂവ് ചെയ്യും. ഇവിടെ നോക്കിയാൽ നിങ്ങൾ കാണാൻ സാധിക്കും, 1 ഹവറിൽ 3000 പോയിൻറ്റിന് അടുത്ത് മാർക്കറ്റ് മൂവ് ചെയ്തു. ഇവിടെ നോക്കിയാൽ നിങ്ങൾ കാണാൻ സാധിക്കും, മാർക്കറ്റിൽ ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം ഏകദേശം 2200, 2300 അല്ലെങ്കിൽ 2500 പോയിൻറ്റിനടുത്ത് എന്ത് ചെയ്തു, മാർക്കറ്റ് മൂവ് ചെയ്തു. അപ്പം നമ്മൾ ഇതൊരു കൺഫർമേഷനായിട്ട് എടുക്കണം. ഇത് എവിടെയെങ്കിലും ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്താൽ നമ്മൾ ഒരിക്കലും ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയായിട്ട് അതിനെ കാണരുത്. ഏതാണോ നമ്മുടെ സപ്പോർട്ട് ഏരിയ, ആ സപ്പോർട്ട് ഏരിയയിൽ മാർക്കറ്റിൽ ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പോൾ നിങ്ങളും ട്രേഡ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളും ചാർട്ടൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ഹാമർ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻസ് ആയിട്ട് എടുക്കാം. നിങ്ങൾ ട്രേഡ് സെറ്റപ്പിലാണ് ഈ ഹാമർ ക്യാൻഡിൽ വരുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാം. അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് മാർക്കറ്റ്, അതിപ്പം ഇന്ത്യൻ മാർക്കറ്റിലായിക്കോട്ടെ, ക്രിപ്റ്റോയിലായിക്കോട്ടെ, ഫോറക്സ് ആയിക്കോട്ടെ, ഏത് മാർക്കറ്റിലായാലും പ്രൈസ് ആക്ഷനിൽ ഈ ഹാമർ ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഹാമർ ക്യാൻഡിലെ പരിഗണിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ക്യാൻഡിലുമായി വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.